നമസ്കാരം, ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഡോക്ടർ സരസ്വതി കൃഷ്ണമൂർത്തി, സീനിയർ ഗൈനക്കോളജിസ്റ്റ്, ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ. ഇന്ന് മാഡം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് പ്രഗ്നൻസി സമയത്ത് വരുന്ന പ്രമേഹത്തിനെ പറ്റിയാണ്. മാഡം, ഈ പ്രഗ്നൻസിയിൽ വരുന്ന പ്രമേഹത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? നമസ്കാരം അമ്മു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഓർ ഗർഭകാലത്ത് പ്രമേഹം ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഇൻ പ്രഗ്നൻസിയാണ്. പ്രമേഹം ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ഗർഭാവസ്ഥയിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതിന് അവസ്ഥയാണ് ഗർഭകാലത്ത് പ്രമേഹം എന്ന് പറയുന്നത്. അത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഇപ്പോൾ വളരെ കോമണാണ്. പണ്ടത്തെ കാലത്തേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് ഫീച്ചറായിട്ട് പ്രഗ്നൻസിയിൽ കാണുന്നുണ്ട്. നേരത്തെ പ്രമേഹം ഇല്ലാത്തവർക്ക് വരുന്നതാണ് ഗർഭകാല പ്രമേഹം എന്ന് പറയുന്നത്. ഒരു സ്ത്രീ ഗർഭിണി ആവുന്നതിന് മുമ്പ് ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് പറയത്തില്ല. ബട്ട് ആ ലേഡി ക്യാൻ ഓൾസോ ബിക്കം pregnant and she will be treated in a similar manner as gestational diabetes. And the incidence is on the rise from previous years. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കാണുന്നത് 10-25% pregnant ladiesന് ഗർഭകാലത്ത് പ്രമേഹം or gestational diabetes is very common. Yeah. And the reasons for this rising trend is very important, and I think public should be aware of this. അതിൻ്റെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തിലെ പെണ്ണുങ്ങളുടെ കല്യാണം കുറച്ച് താമസിച്ചാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മെറ്റേണൽ ഏജ്, ദാറ്റ് ഈസ് ഗർഭിണി ആവുമ്പോൾ അവരുടെ പ്രായം കൂടുതലാണ്. ദാറ്റ് ഈസ് വൺ റീസൺ. ആൻഡ് ദാറ്റ് ഈസ് അമിതമായി വണ്ണം, obesity or increased BMI എന്ന് പറയും. BMI of more than 38 is considered very important for a risk factor. BMI എന്ന് പറയുന്നത് body mass index, which is calculated by our patients in the surface area of body and kg. So a 38 BMI is quite high. And similarly നേരത്തെ ഇപ്പോൾ PCOS എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് വളരെ കോമൺ ആണ് യങ്സ്റ്റേഴ്സിന്. And those ladies who had PCOS before pregnancy, അവർക്ക് ചിലവർക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഗർഭിണിയാവുന്നത്. ആ പെണ്ണുങ്ങൾക്ക് ഗർഭാവസ്ഥ സമയത്തിൽ GDM or gestational diabetes ഉണ്ടാവാം. Similarly, another reason why ഇത്രയും കോമൺ ആവുന്നത് is because of the frequent screening. പണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് that there are so many complications that occur in pregnancy. So testing for gestational diabetes is very important. That is why frequent screening and important different ways of diagnosis has made the incidence more than before. ഈ പ്രമേഹം വരുന്നത് മാഡം നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യണം? ഒരു പ്രഗ്നൻറ്റ് ലേഡിയിൽ ഈ ഷുഗർ കൂടുതലാണെന്ന് പറയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യണം? This is an important question again. ഒരു ഗർഭിണി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ the first thing she will do is അവളുടെ ഡോക്ടറിനെ പോയി, ഒരു ഗൈനക്കോളജിസ്റ്റ് പോയി ആദ്യത്തെ ചെക്കപ്പിന് പോകും. ഇപ്പോൾ the trend is ഇപ്പോൾ all gynecologists ഫസ്റ്റ് വിസിറ്റിൽ തന്നെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. അതിൽ ഒരു പ്രധാന ടെസ്റ്റ് ഷുഗർ ഉണ്ടാ ഇല്ല എന്നറിയാം. ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഷുഗർ ഉണ്ട് അല്ലെ, ഈ ഗർഭിണി അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ HbA1c ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ് ഒരു ടെസ്റ്റ് ഫോർ നോയിങ് വെദർ പ്രഗ്നൻസി ഉണ്ടായില്ല, പ്രമേഹം ഉണ്ടായില്ലാണ്. സോ ആ ടെസ്റ്റ് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഹൈ ആണെങ്കിൽ മോർ ദാൻ 6.5% ആണെങ്കിൽ ആ പെണ്ണ് മിക്കവാറും നേരത്തെ ഗർഭിണി ആവുന്നതിന് മുമ്പേ ഷുഗർ ഉണ്ടായിരുന്ന ആളായിരിക്കാം. സോ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കാറ്റഗറി. ബട്ട് അഗൈൻ ബിക്കോസ് ഇപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവളുടെ ട്രീറ്റ്മെൻറ്റ് അതേ രീതിയിൽ പോകും. ഗർഭിണി ആവുന്നതിന് മുമ്പ് പ്രമേഹം ഇല്ലാത്ത സ്ത്രീകൾക്ക് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഞങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ സമയം സന്ദർഭം അനുസരിച്ച് സൗകര്യം അനുസരിച്ചാണ് ചില ടെസ്റ്റുകൾ നമ്മൾ ഈ കമ്മിറ്റീസ് ഹാവ് ബീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേന്ന് ഞങ്ങളുടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസ്റ്റ് വിസിറ്റിൽ HbA1c ചെയ്യാം. ബട്ട് HbA1c ബാക്കി മാസങ്ങളിൽ ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമേ അതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ദർ ഇസ് എ ടെസ്റ്റ് കോൾഡ് OGTT. ഫസ്റ്റ് വിസിറ്റിൽ ബിക്കോസ് ആരും ജനറലി ചെക്കപ്പിന് വരുന്നത് കൊണ്ട് അവർ ഫാസ്റ്റിങ്ങോ അങ്ങനെയൊന്നും അല്ലായിരിക്കും. അപ്പോൾ നോൺ ഫാസ്റ്റിംഗ് GTT പലവരും ഫസ്റ്റ് വിസിറ്റിൽ വരുമ്പോൾ തന്നെ ചെയ്യും. അതെങ്ങനെയാണ്? ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും
ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിപ്പിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ബ്ലഡ് വാല്യൂ നോക്കും. ആ ബ്ലഡ് വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ഓർ മോർ ദാൻ 140, then you can say that she has gestational diabetes. If she is not having GDM in that first visit, then 24 to 28, that is 24 28 ആഴ്ച, that is 6 മാസം കഴിയുമ്പോൾ ആണ് OGTT എന്ന് പറഞ്ഞ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് കുറച്ച് വ്യക്തമായിട്ടുള്ള ടെസ്റ്റാണ്. ഇറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ ഫാസ്റ്റിംഗ്. പേഷ്യൻറ്റ് അതിരാവിലെ വെറും വയറ്റിൽ വന്ന് ആദ്യം ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് എടുത്ത ശേഷം ഇതേ 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിപ്പിച്ചിട്ട് 1 മണിക്കൂറും 2 മണിക്കൂറും ശേഷം 2 പ്രാവശ്യം കൂടെ ഇനിയും ബ്ലഡ് നോക്കും. ആ ബ്ലഡിൻ്റെ വാല്യൂസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രമേഹം ഉണ്ടാ ഇല്ലയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ഷുഗർ പേഷ്യൻറ്റിന്, സാധാരണ ഒരു ഷുഗർ പേഷ്യൻറ്റും ഒരു പ്രഗ്നൻസിയിലുള്ള ഷുഗർ പേഷ്യൻറ്റിനും ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുണ്ടോ? സാധാരണ ട്രീറ്റ്മെൻറ്റ് ഇസ് സിമിലർ. ബട്ട് ഇപ്പോൾ ഒരു നേരത്തെ ഗർഭിണിയാവുന്നതിന് മുമ്പ് ഷുഗറുള്ള ആൾ ആ പേഷ്യൻറ്റ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ ആ ഇൻസുലിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ആൻഡ് ദ ഡോസേജ് മേ ഹാവ് ടു ബി അഡ്ജസ്റ്റഡ് ഇൻ പ്രഗ്നൻസി. ബിക്കോസ് ഗർഭിണി ആൾക്കാരുടെ ഷുഗർ കുറച്ചുകൂടെ സ്ട്രിക്റ്റർ കൺട്രോൾ വേണം. ചില മരുന്നുകൾ ഗർഭിണി ആവുമ്പോൾ ഓറൽ മെഡിസിൻ കഴിക്കുന്നത് ഗർഭിണി ആവുമ്പോൾ കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ദ സേഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് മെറ്റ്ഫോമിനാണ്. അപ്പോൾ അഥവാ ആരെങ്കിലും ബിഫോർ പ്രഗ്നൻസി വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിർത്തിയിട്ട് മാറ്റുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് വലിയ ദോഷമൊന്നും വരത്തില്ല. ഷുഗറാണ് കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നത് കൊച്ചിന്. ഫസ്റ്റ് 3 months ഓർഗാനോജനസിസ് പീരിയഡിന് പറയും 6 to 10 weeks. ആ അംഗം ഉണ്ടായി വരുന്ന സമയത്തിൽ ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീരിയഡ് ഓഫ് പ്രഗ്നൻസി ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് 3 monthsനുള്ളിൽ 6 to 10 ആഴ്ച. ആ സമയത്തിൽ ഷുഗർ കൺട്രോൾ അല്ല ആണെങ്കിൽ പല കോംപ്ലിക്കേഷൻസ് തുടക്കത്തിലേന്തേ ഉണ്ടാവാം. Especially congenital anomalies, abortion. That is why even an HbA1c value for those who are already diabetic is very important. നമ്മൾ പറയുന്നത് ഗർഭിണിയാവാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നല്ലോണം ഷുഗർ കൺട്രോൾ ആയി കഴിഞ്ഞിട്ടേ പ്രഗ്നൻ്റ് ആവാൻ അറ്റ്ലീസ്റ്റ് ഒരു HbA1c 7 മെയിൻറ്റെയിൻ ചെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ഹെർ ആൻഡ് ഫോർ ദ ബേബി. മാഡം പറഞ്ഞില്ലേ ഇതിൽ കുട്ടിക്ക് ചിലപ്പോൾ ഒരു കൺജനിറ്റൽ മാൽഫോർമേഷൻ ഉണ്ടാവാന്ന് പറയുന്നത്, അത് നിങ്ങൾ ഏർലി ഡിറ്റക്ഷൻ പറ്റുമോ? എല്ലാ കൺജനിറ്റൽ അനോമലീസ് ഏർലി ഡിറ്റക്ഷൻ പറ്റൂല. ബട്ട് ദർ ഇസ് എ ഡിക്റ്റം ദാറ്റ് ഇഫ് യുവർ HbA1c ഈസ് വെരി ഹൈ, above 9%, then the chances of congenital anomalies is more. So we can always give them the option of going for higher testings. Okay. Usual congenital anomaly is not chromosomal in gestational. ജന്മനായിട്ട് കിട്ടുന്ന അംഗവൈന്ന് അല്ല ഗർഭിണി ആൾക്കാർക്ക് വരുന്നത്. ഇത് പിന്നീട് ഷുഗറിൻ്റെ അളവ് ഉണ്ടായി കഴിഞ്ഞിട്ട് പല അംഗങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന കൺജനിറ്റൽ അനോമലീസ്. മോസ്റ്റ് കോമൺലി കാർഡിയോവാസ്കുലർ, ദാറ്റ് ഇസ് ഹോൾ ഇൻ ദി ഹാർട്ട്, VSD, ASD, ട്രാൻസ്പോസിഷൻ, ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത്. ചിലത് തലച്ചോറ് ഉണ്ടാവാതെ എൻകെഫലസീൽ അങ്ങനെയൊക്കെ. ദീസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഓൺലി ആഫ്റ്റർ ദ NT scanning or 3rd month scanning or 5th മാസത്തെ scanning. അന്നേരം because some conditions are dangerous anomalies, we can give them the option of going for an abortion. But just because ഒരു പെണ്ണ് ഗർഭിണിയാണ്, ഷുഗർ ഹൈ ആണെങ്കിൽ അതിൻ്റെ നിർബന്ധമൊന്നുമില്ല അതിന് അംഗവൈനം ഉണ്ടാവണം. നല്ല കൺട്രോൾ കിട്ടിയ കൊച്ചുങ്ങൾക്ക് പ്രശ്നമുണ്ടാവാതെ പോകാം. ഇതിൽ ഇപ്പോൾ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് തന്നെത്താനെ അബോർഷൻ ആയി പോണത്, സ്പോണ്ടേനിയസ് അബോർഷൻ, അത് കോമൺ ആണോ? യെസ്, ഇറ്റ് ഈസ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് അൺകൺട്രോൾഡ് ഡയബറ്റിക്. നോർമലി അബോർഷൻ ആയി പോകുന്ന ഇൻസിഡൻസ് ആണ് ഗർഭിണി ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. അതിന് എക്സ്ട്രാ ആയിട്ട് ഷുഗർ ഉള്ള ആൾക്കാർക്ക്, കൺട്രോൾ ഇല്ലാത്ത ഷുഗർക്ക് മിസ്ഡ് അബോർഷൻ അതിൻ്റെ ചാൻസ് ഇച്ചിരി കൂടുതൽ കമ്പയർഡ് ടു ജനറൽ പ്രഗ്നൻസി പോപ്പുലേഷൻ. ബട്ട് പൊതുവേ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ അബോർഷൻ ആവുന്നത് ക്രോമോസോമൽ അബ്നോർമാലിറ്റി. അത് എല്ലാ ഗർഭിണി ആൾക്കാർക്കും ഒരേ റേറ്റിലാണ് ഉണ്ടാകുന്നത്. ലൈക്ക് ഐ ടോൾഡ് ഏർലി, if the sugar is uncontrolled or HbA1c is very high, early pregnancy, pregnancy ki mumbu garbhini
പ്രമേഹം ഉണ്ടായ ആൾക്കാണെങ്കിൽ ഇച്ചിരി ഒരു അബോർഷൻ റേറ്റ്, എസ്പെഷ്യലി മിസ്ഡ് അബോർഷൻ, ദാറ്റ് ഇസ് ഹാർട്ട് ബീറ്റ് നിന്ന് പോയ ടൈപ്പിൽ ആദ്യത്തെ 3 മാസത്തിൽ അബോർഷൻ റേറ്റ് കൂടുതലാണ്. അതിന് ശേഷമുള്ള അബോർഷൻ റേറ്റ് ഇസ് നോട്ട് കോമൺ ബിക്കോസ് ഓഫ് ഡയബറ്റീസ്. ഒരു പ്രഗ്നൻസിയിൽ ഷുഗർ വന്നു എന്ന് വെക്കാം, അമ്മയ്ക്കും കുട്ടിക്കും ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? പ്രമേഹം കാരണം ഈ ഒരു കണ്ടീഷനിലാണ് ബോത്ത് മദർ ആൻഡ് ചൈൽഡ് ആർ എഫക്റ്റഡ്. ചില കണ്ടീഷൻസിൽ മദർ ആർ മോർ ആൻഡ് ചില കണ്ടീഷനിൽ ചൈൽഡ്. ബട്ട് ഇതിൽ കൊച്ചിനാണ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതിൻ്റെ വി ക്യാൻ സേ ഇപ്പോൾ മദറിന് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഏർലി പ്രഗ്നൻസിയിൽ പറഞ്ഞ പോലെ അബോർഷൻ റേറ്റ് ആൻഡ് കൺജനിറ്റൽ അനോമലീസ് ഒക്കെ. പിന്നീട് 5-ാം മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഹൈപ്പർ ടെൻഷൻ ഓർ PIH ഉണ്ടാവാം. പിന്നെ ഇൻഫെക്ഷൻസ്, പ്രിമച്യൂർ ബർത്ത് ആവാൻ സാധ്യതയുണ്ട്. പോളിഹൈഡ്രം, ദാറ്റ് ഈസ് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ കൊച്ചിൻ്റെ ചുറ്റുമുള്ള വെള്ളം, ഇതിൻ്റെ അളവ് കൂടുതലുണ്ടാവാം. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ കോസ് ഫോർ പ്രിമച്യൂർ ബർത്ത് ഓർ അതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ കൊച്ചിന് വെയിറ്റ് കൂടുതലായിരിക്കും, മാക്രോസോമിയ. സോ ആ കാരണം കൊണ്ട് പേഷ്യൻറ്റിന് സിസേറിയൻ്റെ റേറ്റ് കൂടുതലാണ്. സിസേറിയൻ റേറ്റ് കൂടുതലാണ് ബിക്കോസ് ഓഫ് സൈസ് ഓഫ് ദ ബേബിക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട്. അഥവാ നോർമൽ ഡെലിവറി ആയാലും കൊച്ചിന് തല വന്നിട്ട് ഷോൾഡർ സ്റ്റക്കായിപ്പോയി ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്നൊരു കണ്ടീഷനുണ്ട്. ആ കാരണം കൊണ്ട് മദറിനെയും ചൈൽഡിനെയും ഇഞ്ചുറീസ് ഡ്യൂറിങ് ഡെലിവറി ഈസ് ഓൾസോ കൂടുതൽ. പിന്നെ മദറിന് ഇൻഫെക്ഷൻസ് വരാം because of the raised sugar, like urinary infection വളരെ common, vaginal infection, especially fungal candidiasis, that is very common in gestational diabetic mothers. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണം ഇതിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ. സിമിലർലി ബേബിയുടെ ലൈക്ക് ഐ സെഡ് കൺജനിറ്റൽ അനോമലീസ്, മെയിൻലി കാർഡിയാക്, റീനൽ ആൻഡ് ന്യൂറോളജിക്കൽ. പിന്നെ നിയോനേറ്റൽ ഹൈപ്പോഗ്ലൈസിമിയ, അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് അമ്മ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസവം കഴിഞ്ഞ ഉടനെ വിതിൻ 24 to 48 hours കുഞ്ഞിന് ഷുഗർ പെട്ടെന്ന് ഡ്രോപ്പ് ആവാം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പീഡിയാട്രീഷ്യൻ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കും. പിന്നെ ആഫ്റ്റർ ഡെലിവറി ന്യൂനേറ്റൽ ബിലിറൂബിൻ, ദാറ്റ് ഇസ് ജോണ്ടിസ് പോലെ വരാം ബേബിക്ക് ബിക്കോസ് ഓഫ് ഷോൾഡർ ഡിസ്റ്റോഷ്യ, ബർത്ത് ഇഞ്ചുറി ലൈക്ക് ഹെർബ്സ് പോൾസി ഉണ്ടാവാം. ആൻഡ് ദെൻ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് കോസ് ഇൻ പ്രഗ്നൻസി ഈസ് പെട്ടെന്ന് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്ന് പോകാം ഇൻ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, ദാറ്റ് ഇസ് IUD എന്ന് പറയും. ഓർ ഈവൻ ഡ്യൂറിങ് ലേബർ ബേബീസ് ഹാർട്ട് ബീറ്റ് ക്യാൻ സ്റ്റോപ്പ് ആൻഡ് കോസ് സ്റ്റിൽ ബർത്ത്. സോ ദീസ് ആർ സം വെരി ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഇൻ gestational diabetes for the mother and child. ഇത് നമ്മൾ കുറിച്ച് we have to be very aware and go accordingly. Close monitoring important. ഈ പ്രഗ്നൻസി കഴിഞ്ഞാൽ ഇവരുടെ ജസ്റ്റേഷണൽ സ്റ്റേറ്റസ് എന്താവും? Pregnancy, gestational diabetes patients in we usually say delivery കഴിഞ്ഞ they are relieved of the symptoms because they will no longer be labeled diabetic. But that doesn't mean that future la undavadaയിരിക്കും. Usually we have seen a percentage of patients who deliver normally or whatever after treatment and after the pregnancy is over. A few years later they develop overt diabetes, that is type 2 diabetes. So the percentage is not very clear. Similarly adhe kunyine obesity and overt diabetes undavam. So ippothe trend is 2 years after a delivery the mother is monitored at least every 6 months for whether she is seeing developing diabetes or not. ഒരിക്കൽ പ്രഗ്നൻസിയിൽ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രഗ്നൻസിക്ക് ഡയബറ്റിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? There is a small percentage of chance of getting repeat GDM in the next pregnancy also. But because of advances in treatment, അടുത്ത പ്രഗ്നൻസിയിൽ വന്നാലും നമ്മൾ ഇതേ രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതേ രീതിയിലാണ് അതിന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ. 2 പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് ആ പേഷ്യൻറ്റിന് ഷുഗർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. But some people, if there is a long gap between the pregnancy, they may develop overt diabetes, so they will be treated in a different manner. But എല്ലാ ഗർഭിണി ആൾക്കാരും who are planning pregnancy and who are diabetic, it is better that they get controlled
of their sugar and then get pregnant to avoid complications. Exercise, they say, is a part of treating diabetes. Yes. അത് ഒരു pregnant woman, how will you tackle it? Pregnancy extra exercise for the sugar is not needed, but all pregnant ladies, unless they have any other complications, exercise is a must after the first trimester, everybody. But exercise or nadannu kayinju dieting ചെയ്ത് ഷുഗർ നോർമൽ ആൾക്കാർക്ക് കുറയ്ക്കുന്ന പോലെ ഗർഭിണി ആൾക്കാർക്ക് പറ്റൂല. ബിക്കോസ് ഇൻ പ്രഗ്നൻസി 1200 to 1500 കിലോ കാലറീസ് ഓഫ് intake is necessary for both the mother and the growing fetus. So we can only diet to a limit. അതുകൊണ്ടാണ് ഈ GTTയുടെ വാല്യൂസ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻ പ്രഗ്നൻസി we keep the fasting below 95 and postprandial below 120. But in over diabetes 126 ന്റെ താഴെ ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. ബട്ട് ഗർഭിണി ആൾക്കാർക്ക് ഇച്ചിരി സ്ട്രിക്റ്റ് കൺട്രോൾ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് വൈ നമ്മൾ ഈ ഡയറ്റ് ചാർട്ട് കൊടുക്കും. ഡയഗ്നോസ് ആയ ഡയറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, മോഡറേറ്റ് എക്സസൈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് രണ്ടേം വെച്ച് കൺട്രോൾ ആയില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി oral diabetic agents, mostly metformin. Metformin is very safe in pregnancy and can be given throughout pregnancy. അതിൽ കൺട്രോൾ ആയ വളരെ നല്ലതാണ്. In case oral diabetes anti-diabetic agents plus diet has not controlled the sugar, the next step we will go to is insulin. And this is very important for the public to know that insulin is one of the safest ട്രീറ്റ്മെൻറ്റ് ഏജൻറ്റ്സ് ഇൻ പ്രഗ്നൻസി. അതുകൊണ്ട് യാതൊരു ദോഷം അമ്മയ്ക്കോ കുഞ്ഞിനോ ഉണ്ടാവാൻ പോകുന്നില്ല. ഇൻഫാക്ട് അതുകൊണ്ട് നല്ല ഫലമേ ഉണ്ടാവത്തുള്ളൂ. മാഡത്തിൻ്റെ എക്സ്പീരിയൻസിൽ പേഷ്യൻസ് കോംപ്ലയൻസ് വിത്ത് ട്രീറ്റ്മെൻറ്റ്, അതായത് അവർ ട്രീറ്റ്മെൻറ്റ് ശരിക്കും എടുക്കും എന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഷ്യൻസ്. ഇപ്പോഴത്തെ കാലത്തിൽ പേഷ്യൻസ് ആർ വെരി അവെയർ. അവർ നമ്മളുടെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ നോക്കിയിട്ടാണ് ഇതെല്ലാം നോക്കി വരുന്നത്. സോ വാട്ട് യു വിൽ എക്സ്പെക്ട് ഇസ് ദേ വിൽ ബി അക്സെപ്റ്റിംഗ് വാട്ട് എവർ ട്രീറ്റ്മെൻറ്റ് വി ഗിവ് ഇഫ് ദേ നോ ദാറ്റ് അവർക്കൊരു അസുഖം ഉണ്ട്, അത് കൊച്ചിനെയും കൂടെ ബാധിക്കുന്നതാണ്. അവർ ശ്രദ്ധിച്ചാൽ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതെ ഒരു സ്മൂത്ത് പ്രഗ്നൻസി ആൻഡ് സ്മൂത്ത് ഡെലിവറി ആവാം. അതുകൊണ്ട് ഐ വുഡ് സേ ദാറ്റ് പേഷ്യൻസ് ആർ അക്സെപ്റ്റിംഗ് മോർ ആൻഡ് മോർ. ഇൻസുലിൻ എടുക്കുന്നതിൽ ചിലവർക്ക് കുറച്ച് മടിപ്പുണ്ടാവും എസ്പെഷ്യലി. ബട്ട് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ സ്റ്റാഫിനെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു ഗ്ലൂക്കോമീറ്റർ ചിലവർക്കും ഇഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ച് അതിലേ മോണിറ്റർ ചെയ്യാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കപ്പിൾസ് ഞങ്ങൾ കാണാറുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് വെൻ ദേ ഗെറ്റ് ദ എൻഡ് റിസൾട്ട് ആൻഡ് ദ ബേബീസ് healthy baby in their hands, they feel that we are right in what we did. ഈ ഫാമിലിയുടെ റോൾ എങ്ങനെയാണ്? ദ ഹസ്ബൻഡ്, ദ പേരൻസ് ഓഫ് ദ പേഷ്യൻറ്റ്. Yes, that is the most important part of the treatment. ബിക്കോസ് നമ്മൾ ഒരു മണിക്കൂറിനായിരിക്കും മാക്സിമം പേഷ്യൻറ്റിനെ കാണുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. വീട്ടിൽ അവരുടെ സപ്പോർട്ട് സിസ്റ്റം ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്തിൽ വർക്കിംഗ് മദേഴ്സാണ്. ദർ ടൈമിംഗ് ഓഫ് മീൽസ് ഇസ് ഡിഫിക്കൽട്ട്. വാട്ട് ദേ ഈറ്റ്, ദ ടൈപ്പ് ഓഫ് ഫുഡ് ദേ ഈറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രഗ്നൻസി. ഇൻടേക്ക് ലൈക്ക് നമ്മൾ പറയുന്നത് ഒരു നേരം ചോറായിരിക്കും ചിലപ്പോൾ കൂടുതൽ പറയുന്നത്. ബാക്കി ടൈംസ് ദേ ഹാവ് ടു ഹാവ് സംതിങ് വിച്ച് ഹാസ് ടു സസ്റ്റെയിൻ ദ പ്രഗ്നൻസി. അന്നേരം അമ്മമാർ ഇപ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ or anybody help is there, then timely meals, especially insulin ഒക്കെ എടുക്കുന്നത് ഷുഗർ തീരെ താഴ്ന്നു പോകാൻ പാടില്ല. ഹൈപ്പോഗ്ലൈസീമിയ അടിക്കാൻ പോകുക, വിച്ച് ഹൈപ്പോഗ്ലൈസീമിയ ഈസ് ക്വൈറ്റ് ഡേഞ്ചറസ് ഇൻ പ്രഗ്നൻസി. സോ അത് ശ്രദ്ധിക്കണം. ഇൻ ബിറ്റ്വീൻ കഴിക്കാനായിട്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സ്, സാലഡ്സ്, ഫ്രൂട്ട്സോ കഴിക്കാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന ഡയറ്റ് അനുസരിച്ച് ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വീട്ടിലേന്ന് കൊണ്ടുപോകണം. വെള്ളം ധാരാളം കുടിക്കണം, ഇൻഫെക്ഷൻസ് വരാതെ ശ്രദ്ധിക്കണം. ആൻഡ് ക്ലോസ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഷുഗേഴ്സ്. അതിൻ്റെ ഇപ്പോൾ ബ്ലഡ് വീട്ടിൽ നിന്ന് വന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല വീട്ടിൽ തന്നെ അവരെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് support of the husband is very important, because they have to come with the pregnant lady to the checkup every time, and they should be aware that what the girl is going through is also part of their work. Thank you very much, Saraswati madam. ഇത്രയും വിശദമായി ഓരോ ക്വസ്റ്റ്യനും നല്ല എക്സ്പ്ലനേഷനും കൂടി ഞങ്ങൾ we are really very satisfied and know a lot more about gestational diabetes. Thank you so much. Thank you very much.